അത് ഞാനായിക്കോട്ടെ, ഇപ്പൊ വിജയശ്വാസം ആയിക്കോട്ടെ, ഹരിശങ്കർ ആയിക്കോട്ടെ, ഫെയിമും അവരുടെ സാധനം വെച്ചിട്ടുള്ള പേയ്മെന്റ് അവർ ചാർജ് ചെയ്യും. നമ്മളിപ്പോ ഒരു പെർഫോമൻസിന് പോകണമെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ പണം തന്നെ. അത് പൈസക്ക് വേണ്ടി നമ്മൾ പാടുന്നത് കൊണ്ട് നമ്മൾ കലാകാരനല്ല ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. ഇത് നമ്മുടെ പ്രൊഫഷൻ കൂടിയാണ്. അത്രേ ഉള്ളൂ. അല്ല ആർട്ടിസ്റ്റ് എന്നോട് ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ട് ഇതിപ്പോ ഫ്രീ ആയിട്ട് ചെയ്തു തരും, എന്നിട്ട് നമുക്ക് അവിടെ മറ്റേ കോവിഡ് ഒക്കെ മാറിയിട്ട് അങ്ങോട്ട് വിളിച്ച് അവിടെ ഷോ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ എനിക്ക് നാളെ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വീട്ടിൽ കൊടുക്കുമ്പോഴേ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവസരമായിട്ട് കൂട്ടാൻ പറഞ്ഞ ആ വ്യക്തി അത് കേൾക്കണമെന്നില്ല. ആ വ്യക്തി പൈസ മുടക്കി സാധനം എടുത്ത് വെച്ചിട്ടാണല്ലോ കച്ചവടം നടത്തുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്, പാട്ടാണ്. ഇപ്പൊ അജ്ന ചെയ്യുന്ന പ്രൊഫഷണൽ അജ്നയുടെ പ്രോഡക്റ്റ് എന്ന അജ്നയുടെ സ്കിൽ എന്താണ്, അതാണ്. നമ്മൾ നമ്മുടെ ടൈം ഇത് സ്പെൻഡ് ചെയ്യുന്നു. ഞാനൊരു വലിയ മഹത്തരമായിട്ടുള്ളൊരു ഗായകനാന്നൊന്നും വെച്ചിട്ടല്ലേ പറയണത്. അത് ഞാനായിക്കോട്ടെ, ഇപ്പൊ വിജയശ്വാസം ആയിക്കോട്ടെ, ഹരിശങ്കർ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മേഖലയിൽ അവരവരുടേതായിട്ടുള്ള ഒരു ഫെയിമും അവരുടെ സാധനം വെച്ചിട്ടുള്ള പേയ്മെന്റ് അവർ ചാർജ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഫെയിം. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഈ കല വരുമ്പോൾ പൈസ മാറി നിൽക്കാന്നുള്ള ശരി, കലയും പൈസ ഒന്നും തന്നെ.